സോറി അണ്ണാ, ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 5 അടിച്ചു മാറ്റിയത്. അതല്ലടാ പോർക്കെ. പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണല്ലേ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മേ കുർമ്മേ എന്താ ഡിസൈൻ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് സോറി അണ്ണാ. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയില്ലേ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇനി ഞാൻ അണ്ണനെ ഒരു ഹെൽപ്പ് ചെയ്യൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്കേ. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതും ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ജലിയോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ Okay, thank you sir. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ലോ കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കായിരുന്നു. എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ ഞാൻ കണ്ട്. എന്ന് കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലിക്കേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാൽ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്നാ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. അണ്ണാ, അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിൽ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും ഇല്ലടാ. നീ സമാധാനത്തോടെ അങ്ങനെ തിരിഞ്ഞടക്കടാ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ അല്ലടത്തണ്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേട്ടണത്. സോറി അണ്ണാ, ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടെന്റെ ഫോൺ കാണാതെ പരവശമായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. ഹലോ, മറുപടി ഒന്നുമില്ല. ഹലോ, ഇല്ല ഫ്രീ ആണ്. അയ്യോ, ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ.
സുഷമേണ സുഷമ എനിക്കറിയാം ഞാൻ മുമ്പേ അല്ലേ അറിയാം. എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ. എന്റെ എടുക്കാന്റെ പൊന്നോ എന്താണിത്? എന്തിനു പിടിച്ച നീട്ടോണ്ടേ വഴി കാമരാജ് ലൈൻ എന്നൊക്കെയാണ് മെസ്സേജില്. എന്തായാലും പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ അതെ അവര്. ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ. എന്താണോ പ്രശ്നം? മിസ്റ്റർ നരൻ ഇരിക്കുക. ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹി കിട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയതൊന്നുമല്ല, ഇവനവനെ നല്ല അടി അടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് അത് മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ, ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാൽ കൊന്നളയെന്നാ പറയുന്നത്. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരനൊന്ന് വിളിക്കണം. ആരെയെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പിൽ തോമസ് ചെന്നക്കാടുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നോണ്ട് പറയാ. വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. പ്ലീസ് നരൻ അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം. ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാരനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രയ്ക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താണ് ചെയ്യാ? അല്ല, അണ്ണനത് ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ലോക്കമാൻഡിലെ ഊച്ചാലിസിനെ വിളിക്കും. കിട്ടി. ആഭാസന്മാരിയുടെ 10ാം വർഷം ശശികുമാർ ആറാട്ടൂടെ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോടാ. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കന്നന്തരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? അയാളുടെ അൽസരനെ പറ്റി വെറ്റുപോളി പറ്റി. ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാരനെ ശരിക്ക് ക്ഷയിപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാത്താനിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിപ്പം, ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടെന്ന് കിംബദന്തി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാകാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ.